ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്യന്തികമായ ലക്ഷ്യം പരലോകത്ത് വിജയിക്കുക, സ്വർഗം കരസ്ഥമാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് അവൻ ചെയ്യേണ്ടത്. ഒമൻ അറാദൽ ആഖിറത വസഅലഹ സഅയഹ വഹുവ മുഅ്മിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, സത്യവിശ്വാസിയായിക്കൊണ്ട് പരലോകം ലക്ഷ്യം വെച്ച് അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകൾക്ക് അവരുടെ പരിശ്രമം അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദിപൂർവ്വം സ്മരിക്കപ്പെടുന്നതാണ്, അഥവാ അവർക്കതിനുള്ള പ്രതിഫലം ലഭിക്കുന്നതാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിയുള്ള മുസ്ലിം, ഒരു മുഅ്മിൻ, ഈ പരലോകം തന്റെ സ്വർഗം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യവും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഉണ്ടെങ്കിൽ തന്നെ, അറിയാതെ വന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഇസ്തിഗ്ഫാർ നടത്താൻ, പൊറുക്കലിനെ തേടാൻ അവൻ വ്യഗ്രത കാണിക്കുകയും ചെയ്യുന്നവനാണ്. നോക്ക് നിങ്ങൾ, നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ കച്ചവടത്തിലും അതേപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായമാകട്ടെ, നമ്മുടെ ആസ്വാദനകരമായ ജീവിതം, ഇസ്ലാം പഠിപ്പിച്ച ആസ്വാദനങ്ങളെല്ലാം അല്ലെങ്കിൽ ഹറാമല്ലാത്ത ആസ്വാദനങ്ങളെല്ലാം നമുക്ക് പറ്റുന്നതാണ്. എന്നാൽ ഈ ആസ്വാദനങ്ങളിൽ ഇസ്ലാമിന്റെ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് പോകുന്നത്, അതേപോലെ തന്നെ നമ്മുടെ കൊള്ളക്കൊടുക്കുകളിൽ, നമ്മുടെ ബിസിനസ്സിൽ, ഇതിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വെറുപ്പ് സമ്പാദിക്കുന്നൊരു കാര്യമുണ്ടെങ്കിൽ ബുദ്ധിമാനായ മുഅ്മിൻ അത് മാറ്റിവെക്കും. കാരണം തന്റെ പരലോകത്തെ അത് ബാധിക്കും. അത് ബിസിനസ് അല്ലേ, അതേപോലെ തന്നെ കുറച്ചൊക്കെ അങ്ങോട്ട് ജീവിതം വൈബാക്കി കളറാക്കി എല്ലാം ഇപ്പം നോക്കാൻ പറ്റൂലല്ലോ എന്ന് ഒരു സത്യവിശ്വാസി ആലോചിക്കുകയില്ല. കാരണം അവന് ഇതല്ല ലോകം, അവന് ജീവിക്കാനുള്ളത്, അവന് പ്രതീക്ഷയുള്ളത് പരലോകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസ് നമ്മൾ പല തവണ കേട്ടതാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ആരാണ് ബുദ്ധിമാൻ എന്ന ചോദ്യത്തിന് മറുപടിയായിക്കൊണ്ട് അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ ആരാണ്? ഈ തുലോം തുച്ഛമായ ചെറിയ എണ്ണിച്ചുട്ടപ്പം പോലെയുള്ള വയസ്സ്, അത്ര ആയുസുള്ള ഈ കാലഘട്ടം കളറാക്കാൻ ശ്രമിക്കുന്നവനല്ല, മറിച്ച് തീരാത്ത, അറ്റമില്ലാത്ത, അറ്റം കാണാത്ത വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, ആഖിറമാണ് ഖൈറായിട്ടുള്ളത്, ബാക്കിയായിട്ടുള്ളത് എന്ന് പറയപ്പെട്ട ആ പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്നു. വഅമില ലിമാ ബഅദൽ മൗതി, അഥവാ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുന്നു. അതിനെ തകർക്കുന്ന ഒരു കാര്യവും അവനിൽ ഉണ്ടാകാതെ നോക്കുകയും ചെയ്യുന്നു. അവനാണ് ബുദ്ധിമാൻ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. വൽ ആജിസു, അശക്തൻ ആരാണ്? അതിന് വിപരീതമുള്ളവൻ ആരാണ്? മനിത്തബാ നഫ്സഹു ഹവാഹ, തന്റെ ഇച്ഛ, തന്റെ നഫ്സിന് തോന്നുന്നതെല്ലാം, തന്റെ മനസ്സ് ഇച്ഛിക്കുന്നതെല്ലാം, അത് ഹറാമാണെങ്കിലും ഹലാലാണെങ്കിലും അത് ചെയ്യാനും ആസ്വദിക്കാനും യാതൊരു നിയന്ത്രണവുമില്ലാതെ ദേഹേച്ഛക്കനുസരിച്ച് ജീവിക്കുന്നവനാകുന്നു. എന്നിട്ടോ വതമന്ന അലല്ലാഹിൽ അമാനി, അള്ളാഹുവിൽ വലിയ പ്രതീക്ഷയുമാണ് അവന്. ദുനിയാവിൽ തോന്നിയ പോലെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ, ദീനിനെതിരാകുന്ന രീതിയിൽ ജീവിക്കുന്നു. അവന്റെ കച്ചവടത്തിൽ, അവന്റെ കൊള്ളക്കൊടുക്കുകളിൽ, അവന്റെ കൗടുംബിക ജീവിതത്തിൽ, അവന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ, അതേപോലെ തന്നെ ജീവിതത്തിന്റെ നാനാ മുക്കുമൂലകളിലും മോശമായ മലിനമായ ജീവിതം നയിക്കുകയും വലിയ പ്രതീക്ഷ വെക്കുകയും ചെയ്യുന്നവനാണ് ആജിസായ മനുഷ്യൻ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കേണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കയ്യിസുകളുടെ കൂട്ടത്തിൽ, ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരന്മാരെ, ഇവിടെയാണ് ഇന്ന് വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ നല്ല പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും സർട്ടിഫിക്കറ്റുകളും കരസ്ഥമാക്കി നമ്മുടെ നാടിനും നമ്മുടെ വീടിനും അതേപോലെ തന്നെ എല്ലാവർക്കും പ്രതീക്ഷയായി ഉയരേണ്ടതുണ്ട്. അതിനേക്കാൾ ഉപരി അവർ മതവിജ്ഞാനം കരസ്ഥമാക്കേണ്ടതുണ്ട്. ഭൗതിക വിദ്യാഭ്യാസം എത്ര കരസ്ഥമാക്കിയാലും ഇന്നിന്റെ മക്കൾ, നമുക്കറിയാം, മറ്റുള്ള ആളുകളോട്, സഹജീവികളോട്, കൂട്ടുകാരന്മാരോട് എങ്ങനെയാണ് അവരോട് കരുണ കാണിക്കേണ്ട വിഷയത്തിലും, അതേപോലെ തന്നെ അധ്യാപകന്മാരെ ബഹുമാനിക്കുന്ന വിഷയത്തിലുമൊക്കെ, മുതിർന്നവരെ ബഹുമാനിക്കുന്ന വിഷയത്തിലുമൊക്കെ കുട്ടികൾക്ക് നൈതികമായ മൂല്യങ്ങൾ കൊടുക്കാൻ മതവിദ്യാഭ്യാസത്തിനാണ് സാധിക്കുന്നത്. പലപ്പോഴും ഭൗതിക വിദ്യാഭ്യാസത്തിന് സാധിക്കേണ്ടതുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. 10-15 വർഷം ഭൗതിക വിദ്യാഭ്യാസം പഠിച്ച് സർട്ടിഫിക്കറ്റുകളൊക്കെ കരസ്ഥമാക്കിയ ആളുകളാണ് തന്റെ സഹപാഠിയെ ഒരു നാക്കാലിക്ക് കൊടുക്കേണ്ട വില പോലും കൊടുക്കാതെ അടിച്ചടിച്ച് കൊല്ലുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് സഹോദരന്മാരെ
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, നമ്മുടെ കുട്ടികളെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ, പ്രത്യേകിച്ച് സ്കൂളുകളിൽ ലഹരി മുക്തമാക്കുന്നതിന് വേണ്ടി, ലഹരിയിൽ നിന്നും കുട്ടികളെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ കർമ്മ പദ്ധതി വിദ്യാഭ്യാസ വകുപ്പ് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു ഡാൻസ് ആണത്രേ അത്, സുംബ ഡാൻസ്. ഒരു ഡാൻസ് ഒരു 10 അല്ലെങ്കിൽ 8 മിനിറ്റ് അധ്യാപകനും അധ്യാപികയും മുതിർന്ന വിദ്യാർത്ഥിനിയും വിദ്യാർത്ഥികളും എല്ലാ കുട്ടികളും കൂടിയിട്ട് എല്ലാവരും ആണും പെണ്ണും ഇടകലർന്ന് ഒരു ഡാൻസ് ആടുകയാണ്. എന്തിനാണ് ഈ ഡാൻസ്? ഈ ഡാൻസ് കുട്ടിയുടെ സ്ട്രെസ് കുറയ്ക്കുവാനാണത്രേ. അതേപോലെ തന്നെ കുട്ടിയെ ലഹരിയിൽ നിന്നും, അതേപോലെ തന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ നിന്നൊക്കെ. എന്തിനാണ് കുട്ടി ലഹരി ഉപയോഗിക്കുന്നത്? അവന് സ്ട്രെസ് ഉണ്ടായതുകൊണ്ടാണ്, അവന് ടെൻഷൻ ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് ലഹരിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒരു പുതിയ ഡാൻസ് ആവിഷ്കരിച്ചിരിക്കുകയാണ്. ആണും പെണ്ണും മുതിർന്നവരും എല്ലാവരും ഈ പറയപ്പെട്ട മിനിറ്റുകൾ ഡാൻസ് ആടിക്കൊള്ളണം. എല്ലാ ദിവസവും എന്നും പറയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം എന്നൊക്കെ പറയപ്പെടുന്നു. കുറേ സ്കൂളുകളിൽ നിന്നുള്ള വളരെ മോശപ്പെട്ട, ഒരു മുഅ്മിനിനെ കണ്ടിട്ടുണ്ടെങ്കിൽ മഫ്തയിട്ട പർദ്ദയിട്ട നമ്മുടെ പെൺകുട്ടികൾ, അതേപോലെ തന്നെ നമ്മുടെ ടീച്ചർമാർ, ഞാനിത് പറയുന്നത് ദീൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മുഅ്മിനാണ്, പരലോകം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആണിനോടും പെണ്ണിനോടുമാണ്, രക്ഷിതാക്കളോടാണ് ഞാനിത് പറയുന്നത്. അല്ലാത്ത ആളുകൾക്ക്, മുസ്ലിം നാമം ധരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക്, ഇസ്ലാം പ്രാക്ടീസ് ചെയ്യാത്ത ആളുകൾക്ക്, എങ്ങനെയും ആകാം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക്, കാനേശുമാരി മാപ്പിള ലിസ്റ്റിൽ പെട്ടാൽ മതി എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയും ആകാം. ഞാൻ പറയുന്നത് നമുക്ക് പരലോകം, ഈ 2 ലോകത്തും വിജയിക്കേണ്ടതുണ്ട്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന, ദുനിയാവിലും ഹസനത്തിലും വിജയിക്കേണ്ടതുണ്ട്, നല്ലത് ലഭിക്കേണ്ടതുണ്ട് എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, അങ്ങനെയുള്ള ആളുകൾക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ മോശപ്പെട്ട, വളരെ സങ്കടകരമായ രീതിയിലാണ് എത്രയോ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളിൽ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മുതിർന്ന ടീച്ചർമാർ, അധ്യാപികന്മാർ, അതേപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികൾ അന്യപുരുഷന്മാരുടെ മുമ്പിൽ അവരുടെ ആകാര വടിവും, അതേപോലെ തന്നെ ശരിയായ ഇസ്ലാമികമായിട്ടുള്ള വസ്ത്രധാരണ ഇല്ലാത്ത രീതിയിൽ ഡാൻസ് ആടിക്കൊണ്ടിരിക്കുകയാണ്. ആകാര വടിവും അതേപോലെ തന്നെ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ മറ്റുള്ളവർക്ക് കാണുന്ന രീതിയിൽ അത് കൊത്തിവലിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, കാമക്കണ്ണുകളുമായി നിൽക്കുന്ന ആണുങ്ങൾക്ക് മുമ്പിൽ, മുതിർന്ന വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ, അധ്യാപകന്മാർക്ക് മുമ്പിൽ, ഈ നിലക്ക് സഹോദരന്മാരെ ഇങ്ങനെ ഒരു പ്രവർത്തനം പുതുതായി കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരികളെ, സഹോദരന്മാരെ, ആണാകട്ടെ പെണ്ണാകട്ടെ, ഇസ്ലാമിന്റെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വസ്ത്രധാരണ എന്താണ്, ഡ്രസ് കോഡ് എന്താണ് എന്ന് കൃത്യമായി കൊണ്ട് ആണിനെയും പെണ്ണിനെയും പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും വസ്ത്രം ധരിക്കാൻ പറ്റൂല, എങ്ങനെയെങ്കിലും ആളുകളുടെ മുമ്പിൽ വന്ന് ലജ്ജയില്ലാതെ തുള്ളുന്ന പ്രവർത്തനം പറ്റൂല. എങ്ങനെയായിരിക്കണം ഒരു പെണ്ണ്, എങ്ങനെയായിരിക്കണം ആണ്, അവരുടെ നടപ്പ് എങ്ങനെയായിരിക്കണം, അവരുടെ അടക്കം എങ്ങനെയായിരിക്കണം, അനക്കം എങ്ങനെയായിരിക്കണം എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിനനുസരിച്ച് എന്തുമാകാം എന്നുള്ള നിലപാട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പറ്റുകയില്ല. ആണിന്റെ വസ്ത്രം എങ്ങനെ, പെണ്ണിന്റെ വസ്ത്രം എങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്ത്രം ഔറത്ത് മറക്കാനാണ്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലമുടി മറയേണ്ടതുണ്ട്, മാറ് മറയേണ്ടതുണ്ട്. അതേപോലെ തന്നെ അവരുടെ മാറിടങ്ങളിലേക്ക് അവരുടെ മഫ്തയാകട്ടെ തട്ടമാകട്ടെ ഇറങ്ങേണ്ടതുണ്ട്. തലമറക്കാൻ മാത്രമുള്ളതല്ല തട്ടം. മുഴച്ചു നിൽക്കുന്ന മാറിടം അത് മറയേണ്ടതുണ്ട്. മുസ്ലിമിനെ സംബന്ധിച്ചോളം, മുസ്ലിമായ പെണ്ണിനെ സംബന്ധിച്ചോളം നിർബന്ധമാണ്. കൈ മറയേണ്ടതുണ്ട്, കൈ തണ്ട മറയേണ്ടതുണ്ട്, അവരുടെ കാല് മറയേണ്ടതുണ്ട്. ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ആളുകൾ ആകർഷിക്കുന്ന രീതിയിൽ തന്റെ ശരീരത്തിന്റെ വടിവ് കാണുന്ന രീതിയിലുള്ള വസ്ത്രം പെണ്ണ് ധരിക്കാൻ പാടില്ല, ആണും ധരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഫാഷന്റെ പിന്നാലെ പോകുമ്പോൾ ഒരു സിനിമ നായകനോ നായികയോ, അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്പോർട്സ് സ്റ്റാറോ, ഇവരെന്തെങ്കിലും ഒരു പുതിയ വസ്ത്രം കാണിക്കുമ്പോൾ അത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോയുമായി വരുമ്പോൾ പിന്നെ എല്ലാവരും അങ്ങനെ ഒരു ഹെയർ സ്റ്റൈല് ഒരുത്തൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും ഹെയർ സ്റ്റൈൽ അങ്ങനെ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുകരിക്കേണ്ടത് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. ലിപ്സ്റ്റിക് ഇട്ട്, അതേപോലെ തന്നെ കണ്ണെഴുതി മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി ഒരു പെണ്ണ് പുറത്തിറങ്ങുന്നത് മുസ്ലിം പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഹറാമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്.
മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി, അതേപോലെ തന്നെ മറ്റുള്ള ആണുങ്ങൾക്ക് അന്യപുരുഷന്മാരുടെ മുമ്പിൽ ശരീരത്തിന്റെ വടിവ് കാണുന്ന രീതിയിൽ ഡ്രസ്സ് ധരിക്കാനും പാടില്ല, ആടാനും പാടില്ല, കൊഴിയാനും പാടില്ല എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽയദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ തട്ടങ്ങൾ, അവരുടെ മുഖമക്കനകൾ, പെണ്ണുങ്ങളെ നിങ്ങളുടെ മുഖമക്കൻ, വിശുദ്ധ ഖുർആന്റെ ആയത്താണ്, അവരുടെ മുഖമക്കനകൾ അവരുടെ മാറിടങ്ങളെയൊക്കെ താഴ്ന്നുകൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആന്റെ ആയത്ത് നമുക്ക് ഓതിത്തരികയാണ്. സഹോദരന്മാരെ, നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ ടീച്ചർമാർ, മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ, മുഅ്മിനാത്തുകളായിട്ടുള്ള ആളുകൾ ഡാൻസ് ആടുകയാണ്. പലപ്പോഴും ഈ ഡാൻസ് ആടുന്ന തന്റെ ശരീരത്തിൽ മറച്ചു വെക്കേണ്ട തട്ടമാകട്ടെ, അതേപോലെ തന്നെ ഷാളാകട്ടെ, അതൊക്കെ തന്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോകുന്നു. ആളുകൾ മുമ്പിൽ തുള്ളുകയാണ്, ചാടുകയാണ്, ശരീരം കുലുക്കിക്കൊണ്ട് ചാടുകയാണ്. ഇത് ആസ്വദിക്കുകയാണ് അന്യപുരുഷന്മാരായിട്ടുള്ള ആളുകൾ, മുതിർന്ന ആൺകുട്ടികൾ. ഒരു ലജ്ജയില്ലാത്ത അവസ്ഥ വളരെ സങ്കടകരമായി ഇതിങ്ങനെ വ്യാപിക്കുകയാണ്. സമൂഹത്തിൽ ലജ്ജയില്ലായ്മ വ്യാപിച്ചെടുക്കുകയാണ്. വളരെ സങ്കടകരമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നിലക്ക് വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുന്ന പെണ്ണുങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി പറഞ്ഞു, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ. ചില പെണ്ണുങ്ങളുണ്ട്, അവർ വസ്ത്രം ധരിച്ചിട്ടും വിവസ്ത്രകളാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, എന്റെ മുമ്പിലുള്ള രക്ഷിതാക്കളെ, നമ്മുടെ ഭാര്യമാരുടെ വസ്ത്രങ്ങൾ, നമ്മുടെ പെൺകുട്ടികളുടെ വസ്ത്രങ്ങൾ, അവളത് ധരിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ശരീരത്തിന്റെ ആകാര വടിവ് എല്ലാം ഉള്ളിലാകുന്ന ആർക്കും എന്റെ ഭാര്യയെ, എന്റെ പെൺകുട്ടിയെ കൊത്തിവരിക്കാനോ കഴുകക്കണ്ണുമായി, അതേപോലെ തന്നെ വികാര കണ്ണുമായിട്ട് ലൈംഗിക വികാരവുമായി ഉറ്റുനോക്കുന്ന ആളുകൾക്ക് എന്റെ ഭാര്യയെ കൊത്തിവരിക്കാൻ, അതേപോലെ തന്നെ എന്റെ മകളെ കൊത്തിവരിക്കാൻ സാധിക്കുകയില്ല എന്ന് ഉറപ്പാക്കുന്ന വസ്ത്രമാണോ നമ്മൾ ഇട്ടുകൊടുക്കുന്നത്, വാങ്ങിച്ചു കൊടുക്കുന്നത് എന്ന് എന്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കൾ, അതേപോലെ തന്നെ ഭർത്താക്കന്മാർ, മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാണ്. എന്നെ കേൾക്കുന്ന സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ അങ്ങനെത്താണോ ധരിക്കുന്നത്? എന്റെ ശരീരം ആർക്കും ആസ്വദിക്കാനുള്ളതല്ല, എന്റെ ഭർത്താവിനുള്ളതാണത്. എന്റെ മകളെ ഞാൻ കെട്ടിച്ചയച്ചതിന് ശേഷം അവളുടെ ഭർത്താവിനുള്ളതാണത്. അത് മറ്റുള്ളവർക്ക് ആസ്വദിക്കാനുള്ളതല്ല. അവിടെ ശരീരം മറയേണ്ടതുണ്ട്. അങ്ങനെയുള്ള യൂണിഫോമിലാണോ, അങ്ങനെയുള്ള വസ്ത്രത്തിലാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, വസ്ത്രം ധരിച്ചിട്ടും വസ്ത്രം ധരിക്കാത്ത പെണ്ണുങ്ങളെപ്പോലെ. വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ആളുകൾക്ക് വായിക്കാനുള്ളതെല്ലാം, ആളുകൾക്ക് അവരുടെ മനസ്സിൽ ആസ്വദിക്കാനുള്ളതെല്ലാം ചിത്രം പകർത്തി കൊടുക്കുന്ന വസ്ത്രധാരണ, വരയ്ക്കാൻ പറ്റുന്ന വസ്ത്രധാരണ. വസ്ത്രം ധരിച്ചിട്ടും വിവസ്ത്രകളായ പെണ്ണുങ്ങൾ അവർ ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, റുഊസുന്ന കഅസ്നത്തിൽ ബുഖ്തിൽ മാഇല. അവരുടെ തലകൾ ചാഞ്ഞും ചെരിഞ്ഞു ഒട്ടകത്തിന്റെ പൂഞ്ഞ ചാഞ്ഞു ചെരിയുന്ന പോലെ ചാഞ്ഞു ചെരിയുന്നു നടക്കുന്ന സമയത്ത്. ആളുകളോട് കിഞ്ചന വർത്തമാനം പറയുന്നു, കൊഞ്ചുകൊയെന്ന് സംസാരിക്കുന്നു, അധ്യാപകന്മാരോട്, അന്യപുരുഷന്മാരോട്, സഹപാഠികളോട്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യദ്ഖുലുൽ ജന്നത വലാ യജിദുന റീഹഹാ. അവർ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ലെന്ന് മാത്രമല്ല, അങ്ങനെയുള്ള പെണ്ണുങ്ങൾ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ലെന്ന് മാത്രമല്ല, സ്വർഗ്ഗത്തിന്റെ പരിമളം പോലും ലഭിക്കാൻ അവർക്ക് അർഹതയില്ലെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ തിരുനോട്ടം ലഭിക്കാത്തവർ, ആണിന്റെ വസ്ത്രപ്പെടുന്ന പെണ്ണുങ്ങൾ, ജീൻസും ടീഷർട്ടും അതേപോലെ തന്നെ പാന്റും കുപ്പായും ഇട്ട് ധരിക്കുന്ന പെണ്ണുങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശപിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപം കിട്ടിയവരാണ് അവർ. റഹ്മത്തിൽ നിന്നും, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്നും വിദൂരമാണ്. എന്റെ പെൺകുട്ടി യൂണിഫോമായി ധരിച്ച് അല്ലെങ്കിൽ വസ്ത്രധാരണ നടത്തിപ്പോകുന്നത് ആണിന്റെ കോലത്തിലുള്ള വസ്ത്രമാണെങ്കിൽ തന്റെ ഭാര്യയ്ക്ക്, തന്റെ പെൺകുട്ടിക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുകയില്ലെന്ന് ഉറപ്പാണ്, കട്ടായമാണ്. ഹദീസ് പഠിപ്പിച്ച കാര്യമാണ്. പിന്നെ എന്തുകൊണ്ട് സഹോദര എടുത്തു കൊടുക്കുന്നു? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നിസ്സാരമായ വിഷയമല്ല. എന്തുകൊണ്ട് സഹോദരി, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, പിന്നെ എന്തുകൊണ്ട് നമ്മളത് ധരിപ്പിക്കുന്നു? നമ്മൾ മുഅ്മിനത്താണോ, നമ്മൾ മുസ്ലിമാണോ? നമുക്ക് ഇസ്ലാം പഠിപ്പിച്ച ഡ്രസ് കോഡ് പാലിക്കൽ നിർബന്ധമാണ്. അല്ലാത്തവർക്കും എങ്ങനെയാകാം? ഏത് ഡാൻസും ആടാം, എന്തും തുള്ളാം. അവരുടെ കാര്യമല്ല, അവർക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇതറിയാതെ പോകാൻ പാടില്ല. ഈ പറയപ്പെട്ടിരുന്ന ഡാൻസ് എന്ന് പറഞ്ഞാൽ അത് ശരീരം ഫിറ്റാക്കാനും അതേപോലെ തന്നെ ഒരു എക്സസൈസിന്റെ ഭാഗമായിട്ടുള്ളതാണ്.
അതാണ് സാധാരണ നിലയ്ക്ക് ഈ ഡാൻസിനെ കുറിച്ച്, സൂംബ ഡാൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇത് സ്കൂളുകളിലേക്ക് വരികയാണ്. ഇങ്ങനെയുള്ള ഡാൻസ് അതിന്റെ വീഡിയോകളൊക്കെ വരുമ്പോൾ അർദ്ധനഗ്നകളുടെ വീഡിയോകളാണ് വരുന്നത്. ശരീരം മറച്ചിട്ടില്ല. കാരണം ഫിറ്റ്നസിന് വേണ്ടി പൂർണ്ണമായ വസ്ത്രം ധരിച്ചിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. ഈ കോലത്തിലാണ് ഡെമോ വീഡിയോകൾ നമ്മൾ ടീച്ചർമാർക്ക് പരിശീലനം കൊടുക്കുന്നു. ഡെമോ വീഡിയോകൾ നമ്മുടെ കുട്ടികളെ പ്രദർശിപ്പിക്കുന്നു. ആലോചിച്ച് നോക്കണം സഹോദരന്മാർ. ആണും പെണ്ണും കൂടി അന്യ പുരുഷന്മാർക്ക് മുമ്പിൽ നമ്മുടെ മുതിർന്ന പെൺകുട്ടി, നമ്മുടെ ഭാര്യ, ടീച്ചറായിട്ടുള്ള നമ്മുടെ ഭാര്യ, അവരാടാൻ നിർബന്ധിതരാകുന്നുണ്ടോ? അല്പാൽപമായിട്ട് ഗ്രാജുവലി ലജ്ജ ഇല്ലാതാകുവാണ്. ആദ്യം വലിയ പ്രശ്നമായിട്ട് വരും, പിന്നെ അതൊന്നും ഇല്ല, അത് അങ്ങനെ തന്നെ ആകുകയാണ്. ഇതിനെതിരെ സഹോദരന്മാരെ എല്ലാവരും പ്രതികരിക്കേണ്ടതുണ്ട്. അത് മുസ്ലിമോ അമുസ്ലിമോ എന്നുള്ള വ്യത്യാസമില്ല. നമ്മുടെ മക്കൾക്ക് മൂല്യങ്ങൾ ഉണ്ടാകണം. ആരുടെ മുമ്പിലും തുള്ളി ആസ്വദിച്ച് അവർക്ക് ആസ്വദിക്കാനുള്ളതല്ല നമ്മുടെ പെൺകുട്ടികൾ എന്ന് ആഗ്രഹിക്കുന്ന ഏത് മതക്കാരനും ഏത് വിഭാഗക്കാരനും ഏത് രക്ഷിതാവും ഇതിനെതിരെ ശബ്ദിക്കേണ്ടതുണ്ട്. ലഹരി ഇല്ലാതാക്കാനാണത്ര. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്ന് മാത്രമല്ല സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആണിനോടും പെണ്ണിനോടും, പെണ്ണിനെ നോക്കുന്നതിൽ നിന്നും അന്യ സ്ത്രീകളെ നോക്കുന്നതിൽ നിന്നും അന്യ പുരുഷന്മാരെ നോക്കുന്നതിൽ നിന്നും കണ്ണ് താഴ്ത്താൻ വേണ്ടി പറഞ്ഞു. വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി പഠിപ്പിച്ച് എന്തിനാണ് ഒരു പെണ്ണിനെ നോക്കുന്നതിൽ ആണ് കണ്ണ് താഴ്ത്തേണ്ടത്? എന്തിനാണ് ഒരു പെണ്ണ് ഇസ്ലാം പഠിപ്പിച്ച ഡ്രസ് കോഡ് പാലിക്കേണ്ടത്? ആണിനെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാരെ, ശാസ്ത്രം പഠിപ്പിക്കുന്നത്, സയൻസ് പഠിപ്പിക്കുന്നത്, ഒരു അർദ്ധനഗ്നതയുള്ള പെണ്ണിനെ പെണ്ണിന്റെ മാറും, അതേപോലെ തന്നെ അവളുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ, അവരുടെ തലമുടി പോലും ആണുങ്ങളെ ആകർഷിക്കുന്നു എന്നത് ഒരു ശാസ്ത്രവും പറയാതെ നമുക്കറിയാമല്ലോ. പിന്നെ അതിലൂടെ എന്താണ് ഉണ്ടാകുന്നത്? പഠനങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇങ്ങനെയുള്ള അർദ്ധനഗ്നകളായിട്ടുള്ള ശരീരം പൂർണ്ണമായി മറക്കാത്ത അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങളും അതേപോലെ തന്നെ ആകാര വടിവും കണ്ട് അതെല്ലാം പ്രദർശിപ്പിച്ച് നടക്കുന്ന പെണ്ണിനെ കാണുമ്പോൾ ഒരു ആണിനെ, അവൻ എത്ര മാന്യനായിക്കൊള്ളട്ടെ, അവൻ ആണാണോ പുരുഷത്വമുള്ളവനാണോ ആണാണോ, അയാൾക്ക് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒബ്ജക്റ്റിഫൈ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അഥവാ അവൾ തന്റെ ലൈംഗിക വികാരം ശമിപ്പിക്കാനുള്ളതൊരു ഒരു ഉപകരണമാണ് പെണ്ണ്. തന്റെ സെക്സ് ശമിപ്പിക്കാനുള്ളൊരു ലൈംഗിക ഉപകരണമാണ് പെണ്ണ് എന്ന് ആ മനുഷ്യൻ അവന്റെ മനസ്സിൽ, അവന്റെ തലച്ചോറിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഒരു വികാരമുള്ള എന്റെ സഹോദരിയാണ്, ഒരു പെണ്ണാണ്, ആദരിക്കപ്പെടേണ്ടവളാണ്, അതേപോലെ തന്നെ അവൾ വ്യക്തിത്വമുള്ളവളാണ് എന്നുള്ള ചിന്തയില്ലാതെ തന്റെ വികാരം ശമിപ്പിക്കാനുള്ള ഒരു കേവലം ഒരു ഉപകരണമായി ചിന്തിക്കുന്നിടത്തേക്ക് പുരുഷന്റെ ചിന്ത പോകുന്നു എന്ന് ശാസ്ത്രമാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ മാനസിക നില തെറ്റുകയും അവളെ റേപ്പ് ചെയ്യാൻ, ശാരീരികമായി കടന്നാക്രമിക്കാൻ അതിനവൾ തയ്യാറല്ലെങ്കിൽ കൊലപാതകത്തിന്, എത്രയോ റേപ്പിന്റെ വാർത്തകൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. വാർത്തകളിൽ വലിയ കുപ്രസിദ്ധമായ വാർത്തകൾ. അതിന് കാരണമായത് ആ പെണ്ണിന്റെ വസ്ത്രധാരണയായിരുന്നു എന്ന് കൊലപാതകങ്ങളായിട്ടുള്ള, റേപ്പ് ചെയ്തിട്ടുള്ള ആളുകൾ പിന്നീട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നെ ആകർഷിക്കുന്ന രീതിയിലായിരുന്നു അവിടെ സംസാരമുണ്ടായിരുന്നത്, അവളുടെ പെരുമാറ്റമുണ്ടായിരുന്നത്, ഞങ്ങൾ രണ്ടുപേരും ഒറ്റപ്പെട്ടു. ഇതിന് കാരണമായി ഇതെല്ലാം ഇസ്ലാം അടിവേരിറക്കുകയാണ്. ഇതിനുള്ള അവസരം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ശാസ്ത്രം, മനുഷ്യ ശരീരത്തെ, ആണിനെ പഠിച്ച ശാസ്ത്രം, സയൻസ് പല പഠന റിപ്പോർട്ടുകളായി പഠിപ്പിക്കുകയാണ്. മനുഷ്യന്റെ ആണിന്റെ തലച്ചോറിൽ പെണ്ണിനെ കീഴ്പ്പെടുത്തുവാനും അവളെ ലൈംഗികമായി ഉപയോഗപ്പെടുത്തുവാനുള്ള ത്വരയുണ്ടാകും. അതിന് കാരണമാകുന്നു ആണിന്റെ ശാരീരിക ഘടന, മനസ്സിന്റെ ഘടന അങ്ങനെയാണ്. ഇതറിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു പെണ്ണിനോട് അവളുടെ നഗ്നത മറച്ചു നടക്കാൻ വേണ്ടിയിട്ട്, പെണ്ണ് ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. നോക്ക് സഹോദരന്മാർ, ഈ കോലത്തിൽ നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ പെൺകുട്ടികളും നമ്മുടെ ടീച്ചർമാരുമായിട്ടുള്ള ആളുകൾ ഈ കോലത്തിൽ ആണുങ്ങൾക്ക് മുമ്പിൽ ആകാര വടിവ് കാണിച്ച് ശരീരം ശരിക്കും മറക്കാതെ ഡാൻസ് ആടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെൺകുട്ടികളുടെ എത്രത്തോളം സുരക്ഷിതരാവും നമ്മുടെ പെൺകുട്ടികൾ? ക്ലാസ്സിൽ ഒറ്റപ്പെടുന്ന പെൺകുട്ടികൾ, ടീച്ചർമാർ സുരക്ഷിതരാവുമോ? നമ്മുടെ പെൺകുട്ടികൾ സുരക്ഷിതരാവുമോ? കൂടുതൽ അപകടങ്ങളിലേക്കും അതേപോലെ തന്നെ കൂടുതൽ പ്രയാസങ്ങളിലേക്കുമാണ് അത് വഴി നടത്തുക. അതിലൊരു സംശയിക്കേണ്ട ആവശ്യമില്ല. ഈ പഠന റിപ്പോർട്ട് ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ പീഡിപ്പിക്കപ്പെടാനുള്ള കാരണം
ഇങ്ങനെയുള്ള വസ്ത്രധാരണയാണ് എന്ന് സയൻസ് പഠിപ്പിക്കുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിലൂടെ ലോകം കേട്ട ആയത്തെന്താ? ഖുൽ യാ അയ്യുഹൻ നബിയ്യു കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. റസൂലേ, നിങ്ങൾ പറയണം നിങ്ങളുടെ ഭാര്യമാരോട്, നിങ്ങളുടെ മക്കളോട്, മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോട്. അവരോട് സംസാരമുള്ളൂ. മുഅ്മിനത്തുകളായ പെണ്ണ്, എന്റെ സഹോദരിമാരെ, ഉമ്മമാരെ, മുഅ്മിനത്താണോ? സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളോടാണ് പറയുന്നത്. വേറെ ആർക്കും എന്തുമാകാം. ഡാൻസ് ആടാം, തുള്ളാം, ചാടാം, എന്തും ചെയ്യാം. അന്യ പുരുഷന്മാരുടെ മുമ്പിൽ ശരീരം കുലുക്കി ചാടാം, റീൽസ് ആക്കാം, 10,000ങ്ങളിലേക്ക് ഷെയർ ചെയ്യാം. അവരുടെ കാര്യമല്ല പറയുന്നത്. 10,000കണക്കിന് ആളുകളെ, പുരുഷന്മാരെ തന്റെ ശരീരം കണ്ട് ആസ്വദിപ്പിക്കാനും അവരുടെ ലൈംഗിക വികാരം ഇക്കിളിപ്പെടുത്താനും ഉയർത്തിക്കൊണ്ടുവരാനും കാരണമാകുന്ന എത്രയോ പെണ്ണുങ്ങൾ. ഞാൻ മുഅ്മിനത്തുകൾ, മുസ്ലിം പെണ്ണുങ്ങളെ കാര്യം പറയണത്. അതിൽ തന്നെ ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് ആരാണ്? അള്ളാനെ പേടിയുള്ള ആൾക്കാരാണ്. മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോടും പറയണം റസൂലേ, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മൂടുപടം അവർ മൂടിക്കൊള്ളട്ടെ. പെണ്ണ് മൂടി നടക്കേണ്ടവളാണ്. അവരുടെ ശരീരം ഒട്ടിച്ചേർന്ന് വസ്ത്രം ധരിച്ച് മറ്റുള്ളവർക്ക് കാണേണ്ടതല്ല. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ദാലിക അദ്ന അൻ യുറഫ്ന. വല്ലാത്തൊരു പോയിന്റാണ്, വല്ലാത്തൊരു വാക്കാണ്. വലാ യുദൈന. ഇതെന്തിനാണ് അല്ലാഹ് കൽപ്പിച്ചത്? പെണ്ണ് തിരിച്ചറിയപ്പെടാൻ വേണ്ടി. ഇവൾ ഒരു മുഅ്മിനത്തായ പെണ്ണാണ്, ഇവൾ മുഅ്മിനത്തായ പെണ്ണാണ്. ആ പെണ്ണ് ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടി. പെണ്ണ് നല്ല നിലയ്ക്ക് ഡ്രസ് കോഡ് ഉണ്ടെങ്കിൽ, വസ്ത്രധാരണം നടത്തിയിട്ടുണ്ടെങ്കിൽ അവൾ ഉപദ്രവിക്കപ്പെടുകയില്ല എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി തരികയാണ്. അപ്പൊ എന്താ ശാസ്ത്രം പറഞ്ഞത്? ഇങ്ങനെയുള്ള ഡ്രസ് കോഡ് ധരിച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണ് ഉപദ്രവിക്കപ്പെടും. ഫുള്ള് കവർ ചെയ്ത് ആണുങ്ങളെ പ്രലോഭിപ്പിക്കാതിരുന്നത് സുരക്ഷിതത്വമാണ്. അപ്പോ പർദ, ഇസ്ലാം പഠിപ്പിച്ച പർദ, മഫ്ത, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള മുഖമൊക്കന, അത് സുരക്ഷിതത്വമാണ്. ഖുർആൻ പറയുന്നു, ശാസ്ത്രം പറയുന്നു, സയന്റിസ്റ്റുകൾ പറയുന്നു. പെണ്ണിന് സുരക്ഷിതത്വമാണ്. സൂറത്ത് അഹ്സാബിലെ 59-ാമത്തെ ആയത്താണ്. ഇത് മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾ പാലിക്കേണ്ടതുണ്ട്. നല്ല ഡ്രസ് കോഡായിരിക്കണം. നല്ല ഡ്രസ് കോഡിലായിരിക്കണം നമ്മൾ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും അങ്ങാടികളിലേക്കും അന്യപുരുഷന്മാരിലേക്കും ഇറങ്ങേണ്ടത്. വീടിന്റെ ഉള്ളത്തെ അവസ്ഥയല്ല പറഞ്ഞത്. അതേപോലെ തന്നെ ഏത് ഡ്രസ് കോഡിലാണെങ്കിലും അന്യപുരുഷന്മാർക്ക് മുമ്പിൽ തുള്ളലും ചാടലും അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഇല്ലെങ്കിൽ സ്ത്രീ പീഡിപ്പിക്കപ്പെടാൻ അത് കാരണമാകും. സഹപാഠിയുടെ ഡാൻസും ആകാരവടിയും കണ്ട് ആസ്വദിച്ച് തന്റെ കൂട്ടുകാരിയെ ഒന്ന് സമീപിക്കാൻ, ഒരു ബാഡ് ടച്ച് നടത്താൻ, ഒരു മോശം സംസാരം നടത്താൻ, ഒരു മോശം മെസ്സേജ് കൊടുക്കാൻ ചെറുപ്പക്കാർക്ക് കാരണമാകുന്നു. ഇല്ലേ? ഉഷാറായിരുന്നു നിന്റെ ഡാൻസ്, ഉഷാറായിട്ടുണ്ട് അല്ലേ? ഇത് പറയാനും പറയിപ്പിക്കാനും കൂടെ ഇരിക്കുന്നു. ആണും പെണ്ണും അന്യപുരുഷൻ ഒരു അന്യസ്ത്രീ ഒരു അന്യപുരുഷനെ തൊടുന്നതിനേക്കാൾ തലയിൽ ഇരുമ്പാണി കൊണ്ട് അടിക്കുന്നതാണ് നല്ലത് എന്നതിന്റെ ശിക്ഷയുടെ ഭീകരത പഠിപ്പിച്ചു. ഇന്ന് ഷെയ്ഖാന് കൊടുക്കാൻ, മുസാഫത്ത് കൊടുക്കാൻ, കൈ കൊടുക്കാൻ ആണും പെണ്ണും കൈ കൊടുക്കണം, അന്യപുരുഷന്മാരും അന്യസ്ത്രീകൾ. റസൂലുള്ളാഹി പറയാണ്, ഇന്നി ലാ ഉസാഫിഹു ഇംറഅതൻ, ഞാനൊരു പെണ്ണിന് കൈ കൊടുക്കൂല, അന്യ പെണ്ണിന്. ആരാ ശ്രദ്ധിക്കുന്നത്? രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകൾ, നല്ല പർദ്ദയും മഫ്തയും ഇട്ട ആളുകൾ, ചുരിദാറും പർദ്ദയും ഇട്ട ആളുകൾ ഒന്ന് കൈ കൊടുക്കുകയാണ് എല്ലാവർക്കും. ഇത് കാണുമ്പോൾ ഇതൊക്കെ ഇതിന് വിലക്കില്ല എന്ന് മനസ്സിലാക്കുകയാണ്. എന്നിട്ട് അവരെന്നെ പറയാം, എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, എന്നെ പ്രയാസപ്പെടുത്താൻ ശ്രമിച്ചു. ഇല്ലേ സഹോദരന്മാരെ? ഇതൊക്കെ ഇസ്ലാമിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നുകൊണ്ടാണ്. വിദ്യാർത്ഥിനികൾ പീഡിപ്പിക്കാൻ അത് കാരണമാകുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾ, മുതിർന്ന വിദ്യാർത്ഥികൾ പ്രലോഭിക്കപ്പെടാൻ അത് കാരണമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള മൂല്യങ്ങളാണ്, സംസ്കാരമാണ് ഏത് രംഗത്തും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായിട്ടുള്ളത്, കരണീയമായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനനുസരിച്ച് ജീവിക്കാനും ആ ദീനനുസരിച്ച് കൊണ്ട് തന്നെ പടച്ച റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയത്ത് ആ ദീനനുസരിച്ച് കൊണ്ട് മുഅ്മിനായിക്കൊണ്ട് കണ്ടുമുട്ടാനുള്ള തൗഫീഖും അങ്ങനെ സ്വർഗം കരസ്ഥമാക്കാനുള്ള മഹാഭാഗ്യം നമുക്കും നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ്
വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണമെന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഹൽ ഹയാഉ വൽ ഈമാനു ഖുറനാ ജമീഅൻ ഫഇദാ റുഫിയ അഹദുഹുമാ റുഫിയൽ ആഖറു. ലജ്ജയും ഈമാനും സഹോദരങ്ങളാണ്. ഒന്നില്ലെങ്കിൽ മറ്റേത് ഉണ്ടാവുകയില്ല. ലജ്ജയും ഈമാനും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഒരു നാണയത്തിന് ഒരു വശമായിട്ട് നാണയം ഉണ്ടാവില്ല. ലജ്ജയില്ലേ ഈമാനില്ല, ഈമാനില്ലേ ലജ്ജയില്ല. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഫഇന്നൽ ഹയാഅ മിനൽ ഈമാൻ, ഈമാനിൽപ്പെട്ടതാണ് ലജ്ജ എന്നുള്ളത്. ഒരു മനുഷ്യൻ ലജ്ജ കാണിക്കുന്നു, ഞാനത് ചെയ്യേണ്ടവനല്ല. ഒരു ഹെഡ് മിസ്ട്രസ് അല്ല ഹെഡ് മാഷ് കുട്ടികളുടെ മുമ്പിൽ തുള്ളാണ്. ഇന്ന് പൊതുവെ പരാതി എന്താ? കുട്ടികള് അനുസരിക്കുന്നില്ല, ബഹുമാനം കിട്ടുന്നില്ല. ഇന്നൊരു പരാതിയാണല്ലോ. എന്താണ്? ഒരു ഗാംഭീര്യമില്ല. നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ അധ്യാപകന്മാർ, നമ്മുടെ ഉസ്താദുമാർ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന, അവർക്ക് കിട്ടുന്ന, അവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ബഹുമാനവും അവരോടുള്ള സ്നേഹവും ആദരവും, എത്ര അടി കിട്ടിയാലും അവരോടുള്ള സ്നേഹം, ഇന്നത് എടുത്തു മാറ്റപ്പെട്ടു. എന്ത് സാറ്, ഏത് സാറ്, ആരും പേടില്ല. ഈ തുള്ള തനിക്ക് ഗാംഭീര്യം കാണിച്ചു കൊടുക്കേണ്ട, സീരിയസ് കാണിച്ചു കൊടുക്കേണ്ട, താൻ ചേർത്ത് പിടിക്കേണ്ട, താൻ ഉപദേശിക്കേണ്ട, താൻ മൂല്യങ്ങൾ പഠിപ്പിക്കേണ്ട, മൊറാലിറ്റി പഠിപ്പിക്കേണ്ട ഹെഡ് മിസ്ട്രസ്, ടീച്ചർ, ലേഡി ടീച്ചർ കുട്ടികളുടെ മുമ്പിൽ തുള്ളുമ്പോ എന്താണ് കുട്ടികൾ അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? എന്താണ് പിന്നെ കുട്ടികളുടെ പ്രതിഫലനം ഉണ്ടാകുക? പല ടീച്ചർമാരും പോലും ഇന്നത്തെ കുട്ടികളുടെ ഇന്നത്തെ അവസ്ഥ, കുറച്ച് മുമ്പൊക്കെ, ഇന്നിപ്പോ അതൊക്കെ പോയി. സാറെ ബോർഡിൽ എഴുതാൻ, സാരിയുടുത്ത് ബോർഡിൽ എഴുതാൻ ഞങ്ങൾക്ക് പേടിയാണ്. കാരണം അത് ക്യാമറ കണ്ണുകൊണ്ട് ഒപ്പിയെടുക്കണേ അങ്ങയുടെ പുറംഭാഗം എന്ന് പരാതി പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയൊക്കെ എത്ര സജീവമാകുന്നതിന് മുമ്പ് ഇപ്പൊ അതൊക്കെ പോയി. മുസ്ലിം സഹോദരി എങ്ങനെ മറ്റുള്ളവർക്ക് മുമ്പിൽ തുള്ളും? എങ്ങനെ ചാടിക്കളിക്കും? എങ്ങനെ ആകാര വടിവ് കാണിക്കും? അധ്യാപകന്മാരുടെ മുമ്പിൽ, മുതിർന്ന കുട്ടികളുടെ മുമ്പിൽ, പുരുഷന്മാരുടെ മുമ്പിൽ ലജ്ജയില്ലാത്ത അവസ്ഥ. സോഷ്യൽ മീഡിയ നമുക്ക് സമ്മാനിച്ച ഏറ്റവും മാരകമായ വിപത്താണ് ലജ്ജ എന്നുള്ള എടുത്തു. എന്തും ചെയ്യും, ആരുടെ മുമ്പിലും എന്ത് ആവാസവും എന്ത് തോന്നിവാസവും അത് ജനങ്ങളിലേക്ക് കാണിച്ചു കൊടുക്കുന്നതിനും പ്രശ്നമില്ല. വളരെ സെക്സിയായി ജനങ്ങൾക്ക് മുമ്പിൽ വരുന്ന എത്രയോ പെണ്ണുങ്ങൾ, ആണുങ്ങൾ, കാട്ടിക്കൂട്ടലുകൾ ചെയ്യുന്ന ആളുകൾ ഇല്ലേ? അവിടെയാണ് സഹോദരന്മാരെ ലജ്ജ എന്ന മൂല്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ ഒന്നില്ല. തന്റെ ശരീരം, തന്റെ ശരീരം മറഞ്ഞു കിടക്കേണ്ടത്, അത് മറ്റുള്ളവർ കാണേണ്ടതല്ല. ഞാൻ അവരുടെ മുമ്പിൽ തുള്ളേണ്ടവനല്ല, തുള്ളേണ്ടവളല്ല. ലജ്ജ കാണിക്കണം. ആണിന് ആണിൻ്റെതായ ലജ്ജയുണ്ട്, പെണ്ണിന് പെണ്ണിൻ്റെതായ ലജ്ജയുണ്ട്. ഇത് കാണിക്കേണ്ടതാണ്. അൽ ഹയാഉ ലാ യഅതി ഇല്ലൽ ഖൈർ, നന്മയില്ലാതെ ലജ്ജ കൊണ്ടുവരും. ഒരാൾ ലജ്ജിച്ചു, ഞാൻ ചെയ്യില്ല, ഞാൻ അതിനില്ല കേട്ടോ, എനിക്ക് കുറച്ച് ഉസുറുമ്പുളിയുണ്ട്, നമ്മളെ വച്ച മലയാളത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ ചെയ്യണം, ചെയ്യും, ഇന്ന് എനിക്ക് കിട്ടൂല എന്ന് പറഞ്ഞാൽ ഖൈറല്ലാതെ സഹോദരി കൊണ്ടുവരൂല. അത് ഖൈറാണ്. നോക്കൂ നിങ്ങൾ, ഈ ലജ്ജയുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചു. പണ്ഡിതന്മാർ പറയണേ, ഇന്നല്ലാഹ തആല, അടിവരായിട്ട് മനസ്സിലായിക്കോ സഹോദര, ഇന്നല്ലാഹ തആല ഇദാ അറാദ ബിഅബ്ദിൻ ശർറൻ ഔ ഹലകതൻ നസഅ മിൻഹുൽ ഹയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്, ഒരാണിന്, ഒരു പെണ്ണിന് നാശം, ശർറ് തീരുമാനിച്ചാൽ, അവൾ നശിക്കട്ടെ, അവൻ നശിക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ ലജ്ജ അവനിൽ നിന്നും ഊരിയെടുക്കും. ആദ്യം ഊരിയെടുക്കൽ ലജ്ജയാണ്, പിന്നെ ആള് തീരുമാനമായിക്കോളും എന്നർത്ഥം. അള്ളാഹു ഒരാൾക്ക് അയാളുടെ അധപ്പതനം, അവളുടെ നാശം തീരുമാനിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നും ലജ്ജ തിരിച്ചെടുക്കും, അള്ളാഹു ഊരിയെടുക്കും. ഒരു വലിയ ഉദ്ധരണിയാണത്.
എത്ര കൃത്യമാണ് സഹോദരന്മാരെ. ലജ്ജയില്ലെങ്കിൽ പിന്നെ മനുഷ്യൻ ഇദാലം തസ്തഹി ഫസ്ന മാ ശിഅത, നീ ലജ്ജിക്കുന്നില്ലെങ്കിൽ പിന്നെ വിചാരിച്ച് തോന്നിയത് ചെയ്തോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സഹോദരി സഹോദര, നമ്മുടെ കാട്ടിക്കൂട്ടലോടും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സമൂഹ മധ്യത്തിൽ വരുന്നതും അതേപോലെ തന്നെ അപ്രവാളികളിൽ വരുന്നതും വീഡിയോകളിൽ വരുന്നതൊക്കെ ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ എന്നുള്ള നിലയ്ക്ക് ആളുകൾക്ക് ഖൈറായിട്ടുള്ളതിനാണോ, ആളുകൾക്ക് മൂല്യങ്ങൾ പഠിപ്പിക്കുന്നതിനാണോ, ആളുകൾക്ക് നൈതികത പഠിപ്പിക്കുന്നതിനാണോ എന്ന് ഓരോ ആണും ഓരോ പെണ്ണും ഓരോ ടീച്ചർമാരും എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതുകൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ എന്താ സഹോദരന്മാരെ? എന്തെല്ലാം വിപത്തുകൾ ഈ ഡാൻസും അതേപോലെ തന്നെ ഇതുകൊണ്ടുണ്ടാകുന്നു. ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ തന്നെ അധ്യാപകരുടെ വില കുറയാൻ, ഗാംഭീര്യം നഷ്ടപ്പെടാൻ ഇത് കാരണമാണ്. പൊതുവെ വിലയില്ലാത്ത കാലഘട്ടത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ രക്ഷിതാക്കൾ, നമ്മൾ ഭാര്യ ഭർത്താവ്, നമ്മുടെ ഉമ്മയും ബാപ്പിയാണല്ലോ, മക്കളെ മുമ്പിൽ നമ്മൾ ഡാൻസ് ഇട്ട് ചാടുക, കോപ്രായങ്ങൾ കാണിക്കുക. പിന്നെ ആ വാപ്പാക്കും ഉമ്മാക്കും എന്ത് വിലയുള്ളത്? ഇപ്പൊ രക്ഷിതാക്കൾ, ഇത് അധ്യാപകരുടെ വിഷയത്തിലുണ്ടല്ലോ. ഞാനൊരു അധ്യാപകനാണ്, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. നിങ്ങളുടെ കൂട്ടത്തിൽ അധ്യാപകന്മാരുണ്ടാകും. നമ്മൾ നമ്മുടേതായ ഒരു സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ കുട്ടികൾ നമുക്ക് തരുന്നൊരു വിലയുണ്ട്. ഒന്നതില്ലാതാകാൻ കാരണമാകുന്നു. രണ്ടാമത് സഹോദരന്മാരെ, സ്കൂളുകളിൽ, സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥിനികൾക്ക് പീഡനങ്ങൾ വർദ്ധിക്കാൻ അത് കാരണമാകും. അത് ആര് പറയും? സയൻസ് പറഞ്ഞ കാര്യമാണ്. കൂടെയാണ് ഇരിക്കണത്, കൂടെയാണ് നടക്കുന്നത്. ആണും പെണ്ണെന്നുള്ള വ്യത്യാസം നഷ്ടപ്പെട്ടു. പിന്നെ വല്ല ഡാൻസും കാട്ടിക്കൂട്ടൽ കൂടി കാണുകയാണ്. അതുകൊണ്ട് പുരുഷന്മാരുടെ, മുതിർന്ന ആൺകുട്ടികളുടെ അവരുടെ മനോനില തെറ്റാനും പീഡിപ്പിക്കാനും മോശപ്പെട്ട കമന്റുകൾ എഴുതുവാനും കാരണമാകുന്നു എന്ന് അതിന് കാരണമായി യാതൊരു സംശയമില്ല. മൂന്നാമത് ലഹരി ഒഴിവാക്കാനാണ്, ലഹരിയിൽ നിന്നും ആളുകളെ മാറ്റി നിർത്താനാണ് അത്ര ഇത് ലഹരിയിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുപോകുക. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, ഇവിടെ ലഹരിയുടെ കൂത്തരങ്ങ് നടക്കുകയാണ് അല്ലേ? ഇവിടെ എന്തേ ഇവിടെ ഈ ലഹരിയുടെ കൂത്തരങ്ങ് നടക്കാനുള്ള കാരണം ഇവിടെ മ്യൂസിക്കും ആട്ടും പാട്ടും ഇല്ലാത്തതാണോ? ഇവിടെ സഹോദരന്മാരെ, ലഹരിയെ പോലെ തന്നെ സ്കൂളുകളും കോളേജുകളും ടൂറുകളും മാമാങ്കങ്ങളും ആർട്സും സ്പോർട്സും DJ പാർട്ടികളുടെയും അതേപോലെ തന്നെ ഗാനമേളകളുടെയും തുള്ളലിന്റെയും ചാടലിന്റെയും കൂത്തരങ്ങളല്ലേ സഹോദരന്മാരെ? സ്കൂളുകളിൽ എന്താ നടക്കുന്നത്? ഒരു പാർട്ടിക്ക് അവസരം കിട്ടിയ ആണും പെണ്ണും തുള്ളാണ്. ടൂർ പ്രോഗ്രാമുകളിൽ എന്താ നടക്കുന്നത്? ഫെയർവെല്ലുകളിൽ എന്താ നടക്കുന്നത്? ഗാനമേളകളിലും അതേപോലെ എന്താ നടക്കുന്നത്? മുഴുവൻ ഡാൻസും കൂത്തും ആട്ടും പാട്ടുമാണ്. അതാണ് ലഹരി കൂടാൻ കാരണമായി. കാരണം നന്നായി ആടണമെന്നുണ്ടെങ്കിൽ, നല്ല ഉന്മേഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതങ്ങോട്ട് ചെല്ലണം, MDMA ചെല്ലണം, ലഹരി അങ്ങോട്ട് ചെല്ലണം. കുട്ടികൾ പരസ്പരം ഇത് കൈമാറുന്ന ആളുകൾ, ഇത് വിൽപ്പനക്കാരാകുന്ന ആളുകൾ പറയുന്ന കമന്റുകൾ കുട്ടികൾ പറയുന്നുണ്ട്. ഇത് ഉപയോഗിച്ചൊക്കെ നന്നായി DJക്കൊക്കെ നന്നായിട്ട് ആടാൻ പറ്റും, ചാടാൻ പറ്റും. ഇത് ചാടാത്തോണ്ട്, ഇതാണ്ട് ചെല്ലാത്തോണ്ട് അയ്യോ കുഴങ്ങിയത്, ഞങ്ങൾ കുഴങ്ങിയിട്ടില്ലല്ലോ. 2-3 മണിക്കൂർ ചാടാണ്. അപ്പൊ നന്നായി ചാടാനും നന്നായി ആടാനും അതേപോലെ തന്നെ എല്ലാവിധ കൂടുതൽ സ്റ്റാമിന കിട്ടാൻ വേണ്ടി ഇത് ഉപയോഗിക്കാൻ കുട്ടികൾ തയ്യാറാകുകയാണ്. അപ്പൊ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതൊക്കെ അവിടെ ഓലി ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ലഹരി മുക്തമാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് സഹോദരന്മാർ, കാഴ്ചപ്പാടുള്ള വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടത്. കാഴ്ചപ്പാടുണ്ടാകണം. അതേപോലെ തന്നെ അക്കാഡമിക് മികവുണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ എന്താണ്? ഫുൾ A+കളും കാര്യങ്ങളൊക്കെ കിട്ടുന്നു. കേരളത്തിന് പുറത്തും അതുപോലെ ഇന്ത്യക്ക് പുറത്ത് പോയാൽ ഏറ്റവും ബാക്കിലാകുന്നു നമ്മുടെ മക്കൾ. ഞങ്ങൾ അക്കാഡമിക തലം ഉയർത്താൻ, കുട്ടികൾക്ക് മൊറാലിറ്റി ഉണ്ടാകാൻ, മൂല്യങ്ങൾ ഉണ്ടാകാൻ ഞാൻ എന്ത് ചെയ്യണം തീരുമാനിക്കും. അതുകൊണ്ട് നമ്മൾ സഹോദരന്മാർ ചെയ്യേണ്ടത്, ഇതിന് എന്നെ കിട്ടൂല നമ്മൾ തീരുമാനിക്കണം. ഞാൻ അധ്യാപകനാണ്, എന്നെ കിട്ടൂല, ഈ ആഭാസത്തിന് എന്നെ കിട്ടൂല, എന്റെ മക്കളെ കിട്ടൂല എന്ന് ഓരോ രക്ഷിതാവും തീരുമാനിക്കണം. എന്റെ പ്രിയപ്പെട്ട മക്കൾ, സഹോദരി, എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടിയും ആൺകുട്ടിയും തീരുമാനിക്കണം, ഞങ്ങളതിന് കിട്ടൂല. അസംബ്ലിക്ക് വിളിച്ചുകൊണ്ട് അന്യപുരുഷന്മാരുടെ മുമ്പിൽ, ചെക്കന്മാരുടെ മുമ്പിൽ തുള്ളാൻ ഞങ്ങളെ കിട്ടൂല. ഞാനെന്ന ടീച്ചർ ഉണ്ടാവൂല, ഞാനെന്ന അധ്യാപകൻ ഉണ്ടാവൂല എന്ന് നമ്മൾ തീരുമാനിക്കും. സമുദായ നേതാക്കന്മാർ, അതേപോലെ തന്നെ മത നേതാക്കന്മാരെ ഇടപെടണം, രക്ഷിതാക്കളെ ഇടപെടണം. അതാണ് ഇത് ഇല്ലാതാക്കാൻ നമ്മൾ ചെയ്യേണ്ടത്. മുസ്ലിം പണ്ഡിതന്മാർ രംഗത്ത് വരേണ്ടതുണ്ട്, വിദ്യാർത്ഥിനികൾ രംഗത്ത് വരേണ്ടതുണ്ട്. ഇത് മതത്തിന്റെ വിഷയമല്ല, ഇത് നമ്മുടെ മൂല്യങ്ങളെ, നമ്മുടെ മക്കളെ തകർക്കും. ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമല്ല സഹോദരന്മാരെ. ഈ ഡാൻസും കൂത്തും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നന്നാവുകയാണ് ചെയ്യുന്നത്, കൂടുതൽ അപകടങ്ങളിലേക്ക് അവർ പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, കുട്ടികൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കുക.